ഹായ് കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ +2 ഫലം വന്നിട്ടുണ്ട്. അത് നമ്മുടെ മന്ത്രി പ്രഖ്യാപിക്കാൻ പോവാണ്. അതും കൂടി ഒന്ന് കേട്ടിട്ട് പോവാം. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? 2,09,398 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. ഹായ് കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ ഫലപ്രഖ്യാപനമൊക്കെ കേട്ടല്ലോ അല്ലെ? മുമ്പ് നമ്മുടെ ശിവൻകുട്ടി സഖാവ് ഇതുപോലെ ഒരു നാവൊന്ന് പഴച്ചപ്പോ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസവും ഇല്ല, വിവരവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകളും കളിയാക്കലുകളും ഒക്കെ ആയിരുന്നു. ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എങ്ങനെ ഇരിക്കണ്? നന്നായില്ലേ? നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് നമുക്ക് ഇത്തവണയും കിട്ടിയിരിക്കുന്നത്. അതിൽ നമ്മൾ ഏറെ അഭിമാനിക്കുന്നു. ശിവൻകുട്ടി സഖാവ് BA LLB ആണ്. പക്ഷെ അത് പറഞ്ഞപ്പോൾ നാവൊന്ന് പഴിച്ചു എന്ന് മാത്രം. ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് 10ാം ക്ലാസ് ആണെങ്കിലും നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള ആൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചെറുതായി നാവൊന്ന് പഴിച്ചിരിക്കുകയാണ് എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റാണ് കഴിഞ്ഞ തവണ നമ്മുടെ ശിവൻകുട്ടി സഖാവിന് ഒരുപാട് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൂട്ടുകാരെ പറയാനുള്ളത്? ഇതിനുള്ള നല്ല മറുപടി തന്നെ പറയണം കേട്ടോ. നല്ല കമൻറ്റുകൾ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല പറഞ്ഞ നാവൊന്ന് പഴുതാണെങ്കിലും കൃത്യമായി തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇത്തവണയും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അത് നല്ല കമൻറ്റുകളാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തെറി കമൻറ്റ് എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. തെറി കമൻറ്റ് ഇതിൽ എഴുതുമ്പോൾ അവരെ തന്നെയാണിത് വിളിക്കുന്നത് എന്നും കൂടി ഓർക്കുക എന്നത് നന്നായിരിക്കും. നല്ല കമൻറ്റുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ചർച്ച ചെയ്യാം അഭിപ്രായ വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.